Welcome to EduZone, a perfect learning Hello, my experience. dear students. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണില്ലേ? എല്ലാവരും പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും 9th സ്റ്റാൻഡേർഡിലെ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇന്നും നമ്മൾ അതിൻ്റെ അടുത്ത പേജ് നമ്പർ 14 പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ബുക്കും പേനയൊക്കെ എടുത്ത് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 centimeter. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeter. What are the length and breadth of the first rectangle? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് റെക്റ്റാങ്കിൾ അവർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അവർ 26 തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് റെക്റ്റാങ്കിൾ, അനദർ റെക്റ്റാങ്കിൾ വിത്ത്. അപ്പോൾ ഒന്നാമത്തെ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇതാണ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഇനി അതിൻ്റെ പെരിമീറ്റർ നമുക്ക് 26 centimeter എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ആണ്, ഏരിയ അല്ല കേട്ടോ, പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. 26 centimeter തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇനി അടുത്തത് അവർ പറയാണ് അനദർ റെക്റ്റാങ്കിൾ വിത്ത്, വേറെ റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞിരിക്കുന്നത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത് ഹാസ് പെരിമീറ്റർ 62. ഈ പെരിമീറ്ററിൻ്റെ ലെങ്ത്തിൻ്റെ ട്വൈസ്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിനെ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്നെടുക്കാം. ഓക്കെ, ബ്രെഡ്ത്തിനെ നമുക്ക് വൈ എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൽ നമുക്ക് എങ്ങനെ എഴുതാം? അവർ പറഞ്ഞിരിക്കുന്നത് ട്വൈസ് ദ ലെങ്ത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ട്വൈസ്. അപ്പോൾ ഇത് 2x ആയിരിക്കില്ലേ? ട്വൈസ് ദ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി അല്ലേ? അടുത്തത് ത്രൈസ് ദ ബ്രെഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ബ്രെഡ്ത്തിൻ്റെ ത്രൈസ് ആണ് 3 ഇരട്ടി. അപ്പോൾ 3y അല്ലേ? ഇവിടെ 3y ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ട്രയാങ്കിളുകൾ കിട്ടി. ഇതിൻ്റെയും പെരിമീറ്റർ നമുക്ക് അവർ തന്നിട്ടുണ്ട് 62 centimeter. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 62 centimeter എന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളും സെക്കൻഡ് റെക്റ്റാങ്കിളും കൺസിഡർ ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യണം. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്തിട്ട് എല്ലും എക്സും വൈയും കണ്ടുപിടിക്കണം, ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. സെക്കൻഡിൻ്റെ കാണാൻ പറഞ്ഞിട്ടില്ല. സെക്കൻഡ് വെച്ച് നമുക്ക് ഇക്വേഷൻ രണ്ടിൻ്റെയും ക്ലൂസ് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് എഴുതാം? ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ അല്ലേ? ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നമ്മൾ എന്തായി എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അടുത്തത് ബ്രെഡ്ത്ത് നമുക്ക് വൈ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ വൈ ബി ദ ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഓക്കെ, ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഇനി സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ കേസ് എന്താണ്? ഇത് നമ്മുടെ സെക്കൻഡ് റെക്റ്റാങ്കിൾ ആണ് അല്ലേ? സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ലെങ്ത് എന്താണ്? 2x ആണ്, ബ്രെഡ്ത്ത് 3y ആണ്. അവർ തന്നിരിക്കുന്ന പോയിന്റ്സ് അനുസരിച്ചാണ് നമ്മളിത് എഴുതിയത്. ഇതിനേക്കാളും 2 ഇരട്ടിയാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2x എടുത്തു. ഇതിൻ്റെ ബ്രെഡ്ത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളത് 3y എന്നെടുത്തു. ഓക്കെ, അത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യണം അല്ലേ? സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ കേസ് എഴുതണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് 2x ബി ദ ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, സെക്കൻഡ് റെക്റ്റാങ്കിൾ. ഓക്കെ, ആൻഡ് 3y ബി ദ breadth of സെക്കൻഡ് റെക്റ്റാങ്കിൾ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ച് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഇക്വേഷൻസ് ഫോം ചെയ്യാമെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് നമ്മുടെ ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് എക്സും വൈ എന്ന് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു നമ്മുടെ ഇവിടുത്തെ ലെങ്ത് എന്താണ്, എക്സ് ആണ് അല്ലേ, ബ്രെഡ്ത്ത് എന്താണ്, വൈ ആണ്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു എൽ പ്ലസ് ബി, നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്, പെരിമീറ്ററിൻ്റെ 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ. ഇതാണ് നമ്മുടെ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഷോർട്ട് ഫോം ആണ് എഴുതിയിരിക്കുന്നത്, പി ഫോർ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ നമ്മൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എൽ എന്താണ്, എക്സും ബി എന്താണ്, വൈയും ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് പ്ലസ് വൈ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഇത് നമുക്ക് അവർ തന്നിട്ടുണ്ട്, എത്രയാണ് 26 എന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ. ഇത് നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ കേസാണ്. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിളിനെ നമുക്ക് ഇതുപോലെ എഴുതിക്കൂടെ, എന്താണ് അവിടുത്തെ ലെങ്ത് പക്ഷേ 2x ആണ്, ബ്രെഡ്ത്ത് 3y ആണ്. അപ്പോൾ നമുക്ക് അവിടെ 2 ഇൻറ്റു ലെങ്ത്തിന് പകരം എന്ത് കൊടുക്കണം, സെക്കൻഡ് റെക്റ്റാങ്കിൾ ആകുമ്പോൾ 2x എന്ന് കൊടുക്കണം, പ്ലസ് വൈ ബ്രെഡ്ത്ത് എന്ത് കൊടുക്കണം, 3y എന്ന് കൊടുക്കണം, ഈക്വൽ ടു 62. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടും. നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ 2 കൊണ്ട് നമ്മൾ 2 ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y ഈക്വൽ ടു 26 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത ഈ 2 ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2x നമുക്ക് എന്ത് കിട്ടും, 4x പ്ലസ് 2 ഇൻറ്റു 3y 6y ഈക്വൽ ടു 62. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ മോഡലിൽ എഴുതി. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി നമ്മൾ എന്താ ചെയ്യാറ്, ആ ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യും അല്ലേ. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞതാണ്, ഒരു വാരിയബിളിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ടേമിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം, ഓപ്പോസിറ്റ് സൈനും ആക്കാം. ഇവിടെ ഇപ്പോൾ 4x ഉണ്ടല്ലേ, മുകളിൽ 2x ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2xനെ 4x ആക്കാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അടിയിൽ പ്ലസ് 4x ആണ്, അപ്പോൾ മുകളിൽ നമ്മൾ മൈനസ് 4x ആക്കണം. അപ്പോൾ നമ്മളൊരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. വെറും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4xേ കിട്ടുള്ളൂ, ക്യാൻസൽ ചെയ്ത് പോവില്ല. അതുകൊണ്ട് നമ്മൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. -2 ഇൻറ്റു 2x മൈനസ് 4x മൈനസ് 2 ഇൻറ്റു പ്ലസ് 2y മൈനസ് 4y ഈക്വൽ ടു -2 ഇൻറ്റു 26. മൈനസിൽ ആൻസർ വരില്ല, കാരണം ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ്. അപ്പോൾ -52. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ നമ്മൾ ഇതുപോലെ തന്നെ എഴുതാം, മാറ്റമൊന്നും വരുത്തുന്നില്ല. സോ 4x പ്ലസ് 6y ഈക്വൽ ടു 62. ഈ രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ -4x പ്ലസ് 4x ആകുമ്പോൾ അത് 0 ആയിപ്പോയി. ഇനി ഇത് ആഡ് ചെയ്യുമ്പോഴോ +6ഉം -4ഉം. അപ്പോൾ രണ്ട് ചിഹ്നങ്ങൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, ഡിഫറെൻറ്റ് സൈൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, വലുതിന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം വേണം, സൈൻ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ അപ്പോൾ 6 ആണ് ഇവിടെ വലുത്, അതിൽ നിന്ന് 4 നമ്മൾ കുറയ്ക്കുന്നു, അപ്പോൾ 2 കിട്ടും അല്ലേ. ആ 2ന് നമ്മൾ 2y എന്ന് കിട്ടി. ആരുടെ സൈൻ ഇട്ട് കൊടുക്കണം, വലിയ നമ്പറിൻ്റെ സൈൻ. വലിയ നമ്പർ 6 അല്ലേ, അതിൻ്റെ സൈൻ പ്ലസ് അത് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇതോ വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് വലുതിൻ്റെ ചിഹ്നം. എപ്പോഴും ഡിഫറെൻറ്റ് സൈൻസ് ആഡ് ചെയ്യാൻ വന്നാൽ വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് വലിയ നമ്പറിൻ്റെ ചിഹ്നമാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 62 52 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. 10ൻ്റെ ചിഹ്നം ഏതാണ്, മൈനസും ഉണ്ട് പ്ലസ്സും ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ വലിയ നമ്പറിൻ്റെ ചിഹ്നം എന്താ, പ്ലസ് ആണ്. അപ്പോൾ നമ്മളിവിടെയും പ്ലസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് 2y ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് y കണ്ടുപിടിച്ചൂടെ, 2 അങ്ങോട്ട് പോകുമ്പോൾ 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് y കിട്ടി. y എന്താ, നമ്മുടെ ബ്രെഡ്ത്ത് ആണ് അല്ലേ. y നമ്മുടെ ബ്രെഡ്ത്ത് ആണ്, ബ്രെഡ്ത്ത് നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് കാണണ്ടേ, ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ 2x പ്ലസ് 2y ഈക്വൽ ടു 26. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. അതിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൽ വൈയുടെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കാം. അപ്പോൾ 2x അവിടെ തന്നെയുണ്ട്, 2 ഇൻറ്റു 5 എന്ന് കൊടുത്തു. വൈക്ക് പകരം നമ്മൾ ഈ 5 കൊടുത്തു, ഈക്വൽ ടു 26. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x പ്ലസ് 10 ഈക്വൽ ടു 26 എന്ന് കിട്ടി.
അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 2x ഈക്വൽ ടു 10 അവിടെ പോകുമ്പോൾ 26 മൈനസ് 10 ആവും അല്ലേ. അപ്പോൾ 2x ഈക്വൽ ടു എന്ത് കിട്ടും, 26 മൈനസ് 10 എത്രയാണ്, 16. ഇനി എക്സ് ഇവിടെ നിർത്തുക, 2 അവിടെ കൊണ്ടുപോകുക. അപ്പോൾ 16/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടും. അതായത് നമ്മുടെ ലെങ്ത് 8ഉം ബ്രെഡ്ത്ത് 5ഉം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലെങ്ത് ഈക്വൽ ടു ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ആണ്. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നമുക്ക് 8 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നന്നായി മനസ്സിലാക്കി ഈക്വേഷൻ ഫോം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഈക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം ഇത് ആഡ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പൊക്കെ തെറ്റാതെ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഏത് പ്രോബ്ലം വന്നാലും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് കുറേ വട്ടം ക്വസ്റ്റ്യൻ വായിച്ച് ഇതുപോലെ ഇക്വേഷൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തത് പേജ് നമ്പർ 15ൻ്റെ പ്രോബ്ലം ആണ്. ഓക്കെ, പേജ് നമ്പർ 15ൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദ പ്രൈസ് ഓഫ് 2 kg of orange and 3 kg of apple is 520 rupees. The price of 3 kg of orange and 2 kg of apple is 480. What is the price of each? അപ്പോൾ ഇവിടെ നമുക്ക് ഓറഞ്ചിൻ്റെ ആപ്പിളിൻ്റെയും വിലകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, അവർ ഒരുമിച്ചാണ് തന്നിരിക്കുന്നത്. അതായത് 2 kg ഓറഞ്ചും 3 kg ആപ്പിൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ 520 രൂപ കൊടുക്കേണ്ടി വന്നു. അടുത്തതിൽ 3 kg ഓറഞ്ചും 2 kg ആപ്പിളും വാങ്ങിയപ്പോൾ എത്ര രൂപയായി, 480 റുപ്പീസായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും പൈസ, അതായത് ഒരു ആപ്പിളിനും ഓറഞ്ചിനും എത്ര രൂപ, 1 കിലോയ്ക്ക്, ഇതൊരു കിലോ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 1 കിലോയുടെ വിലയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും പ്രൈസുകളെ 1 കിലോ ആപ്പിളിൻ്റെയും 1 കിലോ ഓറഞ്ചിൻ്റെയും പ്രൈസുകൾ നമുക്ക് എക്സ് ആൻഡ് വൈ എന്ന് എടുക്കാം. എന്നിട്ട് ഇത് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് സ്വയം ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് 1 kg ആപ്പിൾ. അപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ 1 കിലോ ആപ്പിളിൻ്റെ പ്രൈസിന് ഞാൻ എക്സ് എന്ന് എടുത്തു. അടുത്തത് വൈ ബി ദ പ്രൈസ് ഓഫ് 1 kg ഓറഞ്ച്. 1 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് ഞാൻ എന്തായിട്ട് എടുത്തു, വൈ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂസ്, ഈ തന്നിരിക്കുന്ന ക്ലൂസ് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് 2 kg ഓറഞ്ചും 3 kg ആപ്പിളാണ് അല്ലേ. അപ്പോൾ 2 kg ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 കിലോ ഓറഞ്ച് എക്സ് ആണല്ലോ. അപ്പോൾ 2x എന്ന് എടുക്കാം. ഓക്കെ, 2x പ്ലസ് ഇനി ഓറഞ്ച് ആണല്ലേ ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ 2 kg ഓറഞ്ച് ആകുമ്പോൾ നമ്മൾ ഓറഞ്ചിന് വൈ എന്നല്ലേ കൊടുത്തേ. അപ്പോൾ 2y എന്ന് കൊടുക്കുക നിങ്ങൾ കേട്ടോ. പ്ലസ് ഏതാദ്യം വന്നാലും കുഴപ്പമില്ല, ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 2y ആദ്യം കൊടുത്തു. ഇനി 3 kg ആപ്പിൾ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 3 kg ആപ്പിൾ എന്ന് പറയുമ്പോൾ 3x അല്ലേ. ആപ്പിളിന് നമ്മൾ എക്സ് എന്നാണ് കൊടുത്തത്. ഇവിടെ ഞാൻ ഓറഞ്ചിന് y കൊടുത്തോണ്ടാണ് y ആദ്യം എഴുതിയത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിത് 3x + 2y എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഈക്വൽ ടു എത്ര രൂപയാണെന്ന് അവർ പറഞ്ഞത്, 520 റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് രണ്ടാമത് എഴുതിയത് ബുദ്ധിമുട്ടായി തോന്നണവർ ഇങ്ങനെ എഴുതിക്കോളൂ, 3x + 2y = 520 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതണോണ്ട് വിരോധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അടുത്ത ഇക്വേഷൻ നമുക്ക് എന്താണ്, പ്രൈസ് ഓഫ് 3 kg ഓറഞ്ച് 2 kg ആപ്പിൾ. അപ്പോൾ 3 kg ഓറഞ്ച് എന്ന് പറയുമ്പോൾ എന്താ, 3y അല്ലേ, പ്ലസ് 2 kg ആപ്പിൾ എന്ന് പറയുമ്പോൾ 2x ഈക്വൽ ടു എത്രയാണ്, അതിൻ്റെ വില 480 രൂപ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് 2x + 3y തിരിച്ചെഴുതാവുന്നേ ഉള്ളൂ, 180 എന്ന് കിട്ടി. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഓറഞ്ചിൻ്റെ ആപ്പിളിൻ്റെയും വിലേനെ നമ്മൾ എന്ത് ചെയ്യണം, 1 കിലോ എൻ്റെ പ്രൈസ് നമ്മൾ എക്സും വൈ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് ഇക്വേഷൻസ് ഫോം ചെയ്ത് എഴുതി.
അതായത് ആദ്യത്തേതിൽ 3 കിലോ ആപ്പിളും 2 കിലോ ഓറഞ്ചും വാങ്ങിയപ്പോൾ അയാൾക്ക് 520 രൂപയായി. പിന്നെ വീണ്ടും അയാൾ വേറൊരു കേസ് അവൾ പറയുന്നത് 2 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ച് വാങ്ങിയപ്പോൾ 480 രൂപയായി. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 2 ഇക്വേഷൻ ഇവിടേക്ക് എടുത്ത് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 3x + 2y = 520 അല്ലേ, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 2x + 3y = 480. ഇനി ഈ 2 ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യാറ്? ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ആഡ് ചെയ്യാണ് ചെയ്യാറ് അല്ലേ. നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് ഈ 2 ഇക്വേഷൻസ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടേം ക്യാൻസൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഒരു വാരിയബിൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വാരിയബിൾ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റേ വാരിയബിളിൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ എക്സിനെയോ വൈയുടെയോ കോഎഫിഷ്യൻറ്റിനെ സെയിം നമ്പർ ആക്കണം, ഓപ്പോസിറ്റ് സൈനും ആക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 3 ഇവിടെ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അതെ 2ഉം 3ഉം ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നമ്പർ ഒരു ഇക്വേഷൻ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 3 6 ആവില്ലേ. അതുപോലെ തന്നെ ഈ അടിയത്തെ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 6x ആവില്ലേ. അപ്പോൾ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6x ആവും. താഴെ പക്ഷെ നമ്മൾ ഇവിടെ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ എന്താവും? 6x ആവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ടും എന്ത് കിട്ടി? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആക്കി മാറ്റാം അല്ലേ. അങ്ങനെ പറ്റുള്ളൂ, കാരണം ഇവിടെ 3ഉം 2 ആണ്. 3ക്കും 2നും കോമൺ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ടും ഇതിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 കൊണ്ട് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഇക്വേഷനും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് ചെയ്യണം. ഇവിടെ അതെ താഴത്തെ മുഴുവൻ ഇക്വേഷനെയും മുഴുവൻ ടേംസിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ രണ്ടും കോഎഫിഷ്യൻറ്റ് 6 ആവും, പക്ഷെ ഒന്ന് മൈനസ് ആക്കണം. രണ്ടും പ്ലസ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഒന്ന് മൈനസ് ആക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ മൈനസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് -2 കൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ അടിയത്തെ ടേം -ൽ വന്നോളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ മുകളിലത്തെ ടേമിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ 3 കൊണ്ട് ചെയ്ത് ഇവിടെ 6 ആക്കാനാണ്. പിന്നെ ഒരെണ്ണത്തിന് നമ്മൾ ഡിഫറൻസ് സൈൻ ആക്കിയാലേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. ഓക്കെ, അപ്പോൾ -2 × 3x എത്ര കിട്ടും? -6x എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അടുത്തത് -2 × 2y. അപ്പോൾ എന്ത് കിട്ടും? -4y എന്ന് കിട്ടും അല്ലേ. മൈനസിൽ കിട്ടും. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് ആണ് ഇവിടെ. അപ്പോൾ മൈനസിൽ തന്നെ ആൻസർ കിട്ടും. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -520നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1040 എന്ന് വരും. 1040 എന്ന് കിട്ടും അല്ലേ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഇങ്ങനെയായി കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് ടേം എന്ന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ്. ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട്, നമ്മൾ ഇതുവരെ നമ്മൾ ഒരു ടേമിനെ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം വരെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അടിയത്തെ നമ്പർ അതിൻ്റെ ടേബിളിൽ തന്നെ വരുന്നത് കൊണ്ട് അടിയത്തെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ 3ഉം 2ഉം ആയതുകൊണ്ട് ഡിഫറെൻറ്റ് ടേബിളാണ് അല്ലേ, ഒരേ ടേബിളിൽ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇതിനെ 6 ആക്കാൻ വേണ്ടി ഇവിടെ 2 കൊണ്ടും ഇവിടെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സെക്കൻഡ് ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം ഇവിടെ 6 വരുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ 3 × 2x എന്താണ്? 6x അല്ലേ. അപ്പോൾ ഇവിടെ +6x, കാരണം നമ്മൾ മൈനസ് കൊണ്ടൊന്നും ഇൻറ്റു ചെയ്യണം, പ്ലസ് കൊണ്ട് തന്നെയാണ്. നമ്മൾ മുകളിൽ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ കാരണം ഇവിടെ മൈനസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലല്ലേ ഇത് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടി. ഇനി അടുത്തത് -3 × 3y, സോ +9y എന്ന് കിട്ടും. എല്ലാവരും ഈ 3 × 3 പെട്ടെന്ന് 6 എന്ന് എഴുതാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, 3 × 3 ആണ് കേട്ടോ. 3 × 3 9y എന്ന് നമുക്ക് കിട്ടും. ഇനി 3 × 480.
3 ഇൻറ്റു 480 എത്രയാണ്? 480 ഇൻറ്റു 3 1440 എന്ന് കിട്ടും അല്ലേ? 1440. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇനി എന്ത് ചെയ്യണം? ഇതിനെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിനെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഈ ടേം 0 ആവും കണ്ടോ? ഈ ടേമിനെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ 2 സ്ഥലത്തും 6 ആയി, ഒന്ന് മൈനസ് കൊണ്ട് ചെയ്ത് കാരണം ഇവിടെ -ഉം ആയി. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടേം നമ്മുടെ പോയി. ഇപ്പം നമുക്ക് ഇതിൽ എക്സിൻ്റെ ടേം ഇല്ല. ഇനി വൈയുടെ ടേം ചെയ്യാം. പ്ലസ് ആണ് ഇവിടെ 9y, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ടേം പ്ലസ് ഒന്ന് മൈനസ് ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ വലുതിന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 9 ആണ് വലുത്, 4 ആണ് ചെറുത്. അപ്പോൾ വലുത് ഏതാ? 9. 9ൽ നിന്ന് 4 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. 5y കിട്ടി അല്ലേ? ഇനി നിങ്ങൾക്ക് സംശയം എന്താണ്? ഏത് സൈൻ കൊടുക്കണം എന്നല്ലേ നിങ്ങളുടെ സംശയം? ആരാണോ വലുത് അയാളുടെ സൈൻ കൊടുത്താൽ മതി. 9 അല്ലേ ഇവിടെ വലുത്? 9ന്റെ സൈൻ പ്ലസ് അല്ലേ? അപ്പം നമ്മളിവിടെ പ്ലസ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ 2 ഡിഫറൻറ്റ് സൈൻ ആഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ വന്നു അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ വലുത് ആരാണ് ഇവിടെ? 1440 ആണ് വലുത് അല്ലേ? അതിൽ നിന്ന് 1040 മൈനസ് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. ആ 400 ഇവിടെ എഴുതി. ഇനി ഇതിൽ ആരുടെ സൈനാണ്, ഏത് സൈനാണ് കൊടുക്കേണ്ടത്? വലുതിൻ്റെ സൈൻ. വലുതിൻ്റെ സൈൻ പ്ലസ് അല്ലേ? സോ ഇവിടെ പ്ലസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5y is equal to 400 എന്ന് കിട്ടി. ഇനി നമുക്ക് അതിന് y കണ്ടുപിടിച്ചൂടെ? y is equal to 5 അവിടെ പോകുമ്പോൾ താഴെ പോകും അല്ലേ? ഇവിടെ ഇൻറ്റു 5 ആയിട്ടാണ് കിടക്കുന്നത്. 5 ഇൻറ്റു y അവിടെ പോകുമ്പോൾ എന്താവും? y 5 ആവും. സോ നമുക്ക് 5 ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് y is equal to എന്ത് കിട്ടും? 400/5 എത്രയാണ്? നമുക്ക് കിട്ടും 80 എന്ന് കിട്ടും അല്ലേ? 80 എന്ന് കിട്ടി. വൈയുടെ പ്രൈസ് കിട്ടിയല്ലോ. വൈ ആരാണ്? വൈ ആരായിട്ടാണ് നമ്മളിവിടെ എടുത്തിരുന്നത്? ഓറഞ്ചാണ്. അപ്പോൾ 1 കിലോ ഓറഞ്ചിൻ്റെ വില കിട്ടി 80 റുപ്പീസ്. അപ്പോൾ 1 kg ഓറഞ്ച് പ്രൈസ് അല്ലേ? പ്രൈസ് ഓഫ് 1 kg ഓറഞ്ചസ് 80 റുപ്പീസ്. അടുത്ത് നമുക്ക് ആരുടെ പ്രൈസ് കണ്ടുപിടിക്കണം? അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആപ്പിളിൻ്റെ പ്രൈസാണ്. ആപ്പിളിൻ്റെ പ്രൈസ് കിട്ടാൻ നമുക്ക് ഇതിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ വൈയുടെ വാല്യൂവിന്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. 3x + 2y = 520 എന്ന് എഴുതി. അതിൽ വൈയുടെ വാല്യൂ 80. അപ്പോൾ 3 × x അവിടെ കിടക്കട്ടെ. 2 × വൈയുടെ പകരം നമ്മൾ ഈ 80 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 80 എന്ന് കിട്ടി. 520. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ 3x + 160 = 520 എന്ന് കിട്ടും. അപ്പോൾ 3x = 520. ഈ 160 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ? -160. അപ്പോൾ 3x = 520. 520ന് 160 മൈനസ് ചെയ്താൽ എത്രയാണ്? 360 അല്ലേ? 360 എന്ന് കിട്ടും. ഇനി x = 3 അവിടെ പോയിട്ട് ഡിവൈഡ് ചെയ്യാം. ബൈ 3 ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 120 എന്ന് കിട്ടി. അതായത് ആപ്പിളിൻ്റെ 1 കിലോ ആപ്പിളിൻ്റെ വില നമുക്ക് 120 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് കിട്ടി? 1 kg ആപ്പിൾ 120 റുപ്പീസ് എന്ന് കിട്ടി. ഇവിടെ 1y അതായത് 1 കിലോ ഓറഞ്ചിൻ്റെ വില നമുക്ക് എന്ത് കിട്ടി? 80 റുപ്പീസ് എന്ന് കിട്ടി. ഓക്കെ, 80 റുപ്പീസ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് 1 കിലോ ആപ്പിളിൻ്റെ 1 കിലോ ഓറഞ്ചിൻ്റെ വില. ഇതുപോലെ ഇക്വേഷൻസ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇക്വേഷൻസ് ഫോം ചെയ്യുക. ആ ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടേം ക്യാൻസൽ ചെയ്യണം. അതാണ് ഈ എല്ലാ പ്രോബ്ലത്തിൻ്റെയും മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു വാരിയബിളിൻ്റെ വില നമുക്ക് കിട്ടും. ആ വാരിയബിളിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷനിൽ തുടക്കം നമ്മൾ എഴുതി വെച്ച 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആ കിട്ടിയ വാരിയബിളിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മറ്റേ വാരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ഈ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തെറ്റാതെ ഇത്തരം പ്രോബ്ലംസ് ഈസിയായി ചെയ്യാൻ പറ്റും.
പകരം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ കുറേ വട്ടം നമ്മൾ നന്നായി വായിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇതിൽ പ്ലസ് മൈനസ് അങ്ങനത്തെ സൈനൊക്കെ വരുന്നത് കൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായി ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ച് തറോ ആക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ വേറൊരു പ്രോബ്ലം എടുക്കാം, അത് സ്വയം ഇക്വേഷൻ ഫോം ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ.